ഹരിയോ എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗം. ഏറ്റവും വിവാദങ്ങളുണ്ടായിട്ടുള്ള അനാവശ്യ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ ശ്ലോകം. 4 വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു, ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും വിഭാഗം കൊണ്ട് അതിൻ്റെ കർത്താവും അകർത്താവും ഞാനാകുന്നുവെന്ന് അറിയണം. അപ്പം ഇത് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ഈ ശ്ലോകം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഗീതാ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇതിൽ അവർക്ക് സംശയം ഉണ്ടാവാൻ വഴിയില്ല. കാരണം ഇത് ഏത് നിലയിൽ എടുത്തു കഴിഞ്ഞാലും ഇതേതെങ്കിലും ദുരുദ്ദേശത്തിന് വേണ്ടിയിട്ട് പറയപ്പെട്ടിട്ടുള്ളതാണ്, ഇതിൽ നിന്ന് എന്തെങ്കിലും സമൂഹത്തിലെ തികച്ചും അനാശാസ്യവും അസുഖകരവുമായിട്ടുള്ള പലതും ഉണ്ടായിട്ടുണ്ട്, രൂപപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അതിനെ അംഗീകരിച്ചാൽ ഏതിൽ നിന്നാണ് അങ്ങനെ ഉണ്ടാകാതിരുന്നിട്ടുള്ളത്? എല്ലാം ഏത് ധാർമ്മിക മൂല്യങ്ങളെയും വളച്ചൊടിക്കാവുന്നതാണ്. ആ ധാർമ്മിക മൂല്യങ്ങളെ നമുക്ക് സമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിന് പകരം അതിനെ അക്രമത്തിലേക്കും മറ്റും തള്ളിവിടാവുന്നതാണ്. എല്ലാ മതഗ്രന്ഥങ്ങളിലും കാണാം സതുദ്ദേശത്തോടു കൂടി പറയപ്പെട്ടിട്ടുള്ള മൂല്യങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ, ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും വിഭാഗം കൊണ്ടെന്ന് പറയുമ്പം വാസ്തവത്തിൽ ഇവിടെ ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞ വർണ്ണാശ്രമങ്ങളെക്കുറിച്ചല്ല എന്നുള്ളത് വളരെ നന്നായിട്ട് ബോധ്യപ്പെടുന്നത് നമുക്കതിൻ്റെ അടുത്ത ശ്ലോകം കൊണ്ടാണ്. അടുത്ത ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹാഃ ഇതി മാം യോഭിജാനാതി കർമ്മഭിർ നസബധ്യതേ. കർമ്മത്തിൽ ബന്ധിതനാകാതിരിക്കുന്നത് എങ്ങനെ? ആ രഹസ്യം പറയാനാണ് ജ്ഞാനകർമ്മ സന്യാസ യോഗമെന്ന അധ്യായമാണ്. അപ്പം കർമ്മത്തിൽ ബന്ധിതനാകാതിരിക്കാൻ എന്തു വേണം? ഈ രഹസ്യം അറിയണം. ആ കർമ്മത്തിൽ ബന്ധിതരാകരെ എങ്ങനെയൊക്കെ കർമ്മത്തിലാണ്? ഇവിടെ വൃണോതി വർണ്ണഃ എന്ന് പറഞ്ഞിരിക്കുമ്പം നാം കാണുന്ന കാഴ്ചയിൽ, നാം കേൾക്കുന്ന കേൾവിയിൽ, ഇങ്ങനെ ശബ്ദസ്പർശ രസരൂപ ഗന്ധാദി വിഷയങ്ങളിൽ വാസ്തവത്തിൽ ജീവൻ എന്ന ബോധത്തിന്, ജീവന് യാതൊരു കർത്തൃത്വവും ഇല്ല. ഇലക്ട്രിസിറ്റിക്ക് എങ്ങനെയാണോ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന വൈവിധ്യങ്ങളായിട്ടുള്ള അതിൻ്റെ സ്വഭാവത്തെ അത് പ്രകടമാക്കുന്നത് അതിൻ്റെ കർമ്മത്തിനനുസരിച്ചാണ്. AC-യിൽ അത് തണുപ്പാവും, ഹീറ്ററിൽ അത് ചൂടാവും, ബൾബിൽ അത് പ്രകാശമാകും, സ്പീക്കറിൽ മൈക്രോഫോണിൽ അത് ശബ്ദമാകും. ഇതൊക്കെ അതിൻ്റെ ഗുണകർമ്മ വിഭാഗം കൊണ്ടാണ്. അതിൽ ഇലക്ട്രിസിറ്റിക്ക് എന്തില്ല? കർത്തൃത്വമില്ല. പക്ഷെ അത് ആരാണ് സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാനാണ്. അതിൻ്റെ കർത്താവും അകർത്താവും ഞാനാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബോധസ്വരൂപൻ ഈശ്വരൻ സർവരിലും ഈ കാണുന്ന എടുക്കുക കൊടുക്കുക ഇത്യാദികളിലൊന്നും മൂപ്പർക്ക് ഒരു ബന്ധവുമില്ല. ഇങ്ങനെ ആര് കാണുന്നു അവൻ കർമ്മങ്ങളിൽ നിന്ന് മോചിതനാകുന്നു. എന്നിട്ട് അടുത്ത ശ്ലോകം കൊണ്ട് പറയുന്നതാണ്, ഇതൊരു ഒഴുക്കാണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇതറിയാതെ 2 വരി ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് 2 വരിയില്ല 1 വരി എന്നിട്ട് ഗീതയ്ക്ക് തീ കൊടുത്തു. VP സിംഗിൻ്റെ കാലത്ത് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. എന്തായാലും അടുത്ത വരി എന്താന്ന് നോക്കാം. അടുത്ത ശ്ലോകം 15-ാമത്തെ ശ്ലോകം 4-ാം അധ്യായത്തിൽ. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവതരം കൃതം. അർജുന, നീ ഇത്തരം മണ്ടത്തരം കോലാഹലങ്ങളിലൊന്നും പോയി പെടാതെ. നമ്മളിലെ അർജുനന്മാർ ശാസ്ത്രശ്രവണമാണ്, ശരിയായ ഗീത പഠിക്കലാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ
പറഞ്ഞതിൽ നിന്നൊക്കെ അതൊക്കെ ഈ ആചാര്യസ്വാമികൾ പറയും ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം. അതെല്ലാം നമ്മുടെ ബുദ്ധിഭ്രമം ഉണ്ടാക്കുന്നതാണ്. ഈ ഇതൊരു കാടാണ് എന്ന് പറയും, അതിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കുന്ന, പിന്നെ പുറത്ത് കടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ പ്രവേശിക്കാതെ ഇതിലേക്ക് ശ്രദ്ധിച്ചോളൂ. ഏവം ജ്ഞാത്വ കൃതം കർമ്മ, ഏവം ജ്ഞാത്വ, ഇപ്രകാരം ബോധിച്ചിട്ട്. എന്താ ബോധിക്കേണ്ടത്? ഞാൻ എങ്ങനെ കർത്താവും അകർത്താവുമായിരിക്കുന്നു എന്നത് ബോധിച്ചിട്ട്. അല്ലാതെ ഇവിടെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറഞ്ഞ കുറച്ച് വിദ്വാന്മാരെ ഞാൻ സൃഷ്ടിച്ചിട്ട് അതിലെനിക്ക് കർത്തൃത്വമില്ല, ഇതെങ്ങനെ ശരിയാവുന്ന ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ പല ഗീതാ വ്യാഖ്യാനങ്ങളിലും ഇതില്ലാതെ ഇതിനെ സ്വീകരിച്ചു പോന്നിട്ടുമുണ്ട്. പിന്നെ അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ അതിനെ പൊടിയിട്ടാൽ കാണില്ല, ഇതിനൊരു തുടർച്ച വേണ്ടേ. അപ്പം അത് എന്താ പറയണത്? ഏവം ജ്ഞാത്വ പൂർവൈഹി മുമുക്ഷുഭിഹി കർമ്മകൃതം. എങ്ങനെയാണോ പൂർവന്മാരായിട്ടുള്ള മുൻപുള്ള മുമുക്ഷുഭികളാൽ, മോക്ഷയിച്ചുക്കളാൽ കർമ്മം ചെയ്യപ്പെട്ടിട്ടുള്ളത്, കർമ്മം ചെയ്യപ്പെട്ടിട്ടുള്ളത്. തസ്മാത്, അതുകൊണ്ട്, ത്വം അപി, നീയും, പൂർവതരം കൃതം കർമ്മ ഏവ കുരു, മുൻപ് ചെയ്യപ്പെട്ടിട്ടുള്ളവർക്കനുസരിച്ച് നീയും അർജുന കർമ്മം ചെയ്യൂ. അപ്പം ഈ കർമ്മയോഗ രഹസ്യത്തെയാണ് ഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നീ എന്തു വേണം? അവർ ചെയ്തത് കൊണ്ട്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഒരു പ്രമാണം അനുസരിച്ച് അന്യത പാതിത്യ ശങ്കയാന്ന, മറ്റുള്ളവർ നിന്നെ അനുകരിക്കും, അത് പതനത്തിന് കാരണമാകും. നേരത്തെ തന്നെ കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് ചെയ്തെന്തെങ്കിലും കിട്ടാനോ ചെയ്യാത്തത് കൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെടാനോ ഇല്ല, എന്നാലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹതി. ഞാനിവിടെ ലോകസംഗ്രഹത്തിന് തന്നെ വേണ്ടി ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ലോകം തന്നെ ഇരുട്ടിലാവും. നീ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ശ്ലോകം, കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. ഭഗവാൻ പറയുന്നു, കിം കർമ്മ കിം അകർമ്മ. കർമ്മ കിം, എന്താണ് കർമ്മം? ഒരിക്കൽ കൂടി പറയട്ടെ, കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് കർമ്മം എന്ന് ഇവിടെ ചോദ്യം വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയുന്നു, കർമ്മം എന്ന് പറഞ്ഞാൽ ചലനം. കർമ്മസംബന്ധമായ എല്ലാ കാര്യവും ഇന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി പോവാം. കർമ്മം എന്ന് പറഞ്ഞാൽ, കർമ്മയോഗത്തിൽ ഇത് ചർച്ച ചെയ്തതാണ്, എങ്കിലും ഇവിടെ ഇത് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ വരുമ്പം ഇതിൻ്റെ ചർച്ച വളരെ അനിവാര്യവും ഇത് നന്നായി ഹൃദിസ്ഥമാക്കി മുന്നോട്ട് പോകേണ്ടത് ഒരു ആവശ്യമായിട്ടുള്ള ഘടകമാണ്. അതുകൊണ്ട് കർമ്മം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ചലനം എന്നുള്ളതാണ്. അതിൻ്റെ ആ റൂട്ടിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ചലനമാണ്. ആ ചലനത്തെ കൃത്യമായി നിർവചിച്ചിരിക്കുന്നു എത്ര പ്രകാരം എന്ന്. കർമ്മ പഞ്ചവിധം ബുധാഹ, ജ്ഞാനികൾ കർമ്മത്തെ 5ആയി പറയപ്പെട്ടിരിക്കുന്നു. അതിലൊന്നാണ് ഉത്ക്ഷേപണം, അവക്ഷേപോ, ഗമനം, പ്രസാരണം, ആകുഞ്ചനം. ഇങ്ങനെ ഉത്ക്ഷേപണം, അവക്ഷേപോ, ഗമനം ച പ്രസാരണം, ആകുഞ്ചനം ഇതി പ്രാഹു കർമ്മ പഞ്ചവിധം ബുധാഹ. ഉത്ക്ഷേപണം ഉയർത്തൽ, അവക്ഷേപം താഴ്ത്തൽ, ഉയർത്തുക താഴ്ത്തുക, ഗമനം പോക്ക് നടപ്പ്, പ്രസാരണം വലിച്ചു നീട്ടുക, ആകുഞ്ചനം ചുരുക്കുക. ഇങ്ങനെ ഈ 5 വിധമാണ് കർമ്മങ്ങൾ. 6മതൊരു കർമ്മത്തെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏത് എക്യുപ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും കാണിക്കാൻ സാധിക്കില്ല. കാരണം ഇതിൽ പെടും എല്ലാം, ഇത്രയിൽ പെടും. നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ, വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, നമുക്കതുമായിട്ട് മുന്നോട്ട് പോവാം, പരിഗണിക്കാം. നമുക്കും അറിയാൻ പറ്റുമല്ലോ, പുതിയ ജ്ഞാനം നമുക്കും ആർജിക്കാമല്ലോ. ഇതിൽ പെടാത്ത വേറെ ഏതെങ്കിലും ഉണ്ട്. സർക്കിളാണെങ്കിൽ അതും ഇതിൽ പെടുന്നതാണ്, കറങ്ങലാണെങ്കിലും. അപ്പോൾ ഇതാണ് 5 വിധത്തിലുള്ള കർമ്മങ്ങൾ. ഇനി ആ കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് സാധിക്കാവുന്നത് എന്തൊക്കെയാണ്? അതും ആചാര്യന്മാർ പറഞ്ഞു.
ഉത്പാദ്യം, വികാര്യം, സംസ്കാര്യം, പ്രാപ്യം. അതായത് 4 കാര്യങ്ങളാണ്. ഉത്പാദ്യം, നമുക്ക് പലതും ഉണ്ടാക്കാം, നിർമ്മിക്കാം. നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു? ലോകാത്ഭുതങ്ങളിൽ പലതും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. വൻമതിൽ മുതൽ താജ്മഹൽ വരെ. ഉത്പാദ്യം, ഇതൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചതാണ്. വികാര്യം, നമുക്ക് പരിണമിപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയയുണ്ട്. ചിലത് ചേരുംപടി ചേർത്ത് അതിനെ മറ്റൊന്നാക്കുക. കളർ കോമ്പിനേഷനൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയല്ലേ. ഇപ്പോൾ ചുണ്ണാമ്പും, നമ്മൾ പറയുന്ന ചുണ്ണാമ്പ്, ഈ ചുണ്ണാമ്പും മഞ്ഞളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചുവപ്പാവും. ഇങ്ങനെ ചിലത് ചേർക്കൽ അതിൽ പെട്ടതാണ്. അത് വികാര്യമാണ്. അങ്ങനെ വികാരപ്പെടുത്താം. അങ്ങനെയാണ് നമ്മൾ ഈ പാലിൽ ഉറയൊഴിച്ച് തൈരാക്കുന്നതും പിന്നെ കടഞ്ഞ് വെണ്ണ എടുക്കുന്നതും ഉരുക്കി നെയ്യാക്കുന്നതും പലതും ചെയ്യുന്നത്. പിന്നെ തിളപ്പിച്ച് പാൽക്കട്ടി ഉണ്ടാക്കുന്നതും ചീസ് ഉണ്ടാക്കുന്നതും മിൽക്ക് പ്രോഡക്റ്റുകളെല്ലാം ഇങ്ങനെ എന്താണ്? പരിണമിപ്പിക്കുന്നതാണ്, വികാര്യമാണ്. പിന്നെ സംസ്കാര്യമാണ്, റിഫൈൻ ചെയ്യലാണ്, സംസ്കരിക്കലാണ്. അത് നമ്മൾ ഈ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് പെട്രോള്, ഗ്യാസ്, കിറോസിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബിറ്റുമിൻ, ടാറ് വരെ അങ്ങനെയാണ്. സ്വർണം, പല ലോഹങ്ങളിൽ നിന്ന് നമ്മളതിനെ സംസ്കരിക്കുന്നു. അത് കർമ്മത്തിൻ്റെ സാധ്യതകളാണ്. അപ്പോൾ ഉത്പാദ്യമുണ്ട്, വികാര്യമുണ്ട്, സംസ്കാര്യമുണ്ട്, പിന്നെ പ്രാപ്യം. ഈ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേരുക, നടന്നു പോവാം, ലോകം മുഴുവൻ നടക്കാം വേണമെങ്കിൽ, റൂട്ട് ഉണ്ടെങ്കിൽ. നീന്തുന്നവരും ഉണ്ട് ചിലയിടത്തുനിന്ന്. ഇപ്പോൾ ക്യൂബയിൽ നിന്ന് മയാമിയിലേക്ക് നീന്തിയ ഒരു സ്ത്രീയൊക്കെ ഉണ്ട്. അവർ പല പ്രാവശ്യം നീന്തിയിട്ടുള്ളതാണ്. അപ്പോൾ നീന്തിയിട്ടും നടന്നിട്ടും ഒക്കെ നമുക്ക് ഓരോ സ്ഥലത്ത് എത്താം. ഇത് കർമ്മത്തിൻ്റെ സാധ്യതയാണ്. പിന്നെ കർമ്മത്തെ സംബന്ധിക്കുന്നത് എന്താ? പിന്നെ 3 കർമ്മങ്ങളുണ്ട്. നേരത്തെ സംശയമായിട്ട് ചോദിച്ചിരുന്നു, അതിനെക്കുറിച്ച് പറയണമെന്ന്. അത് ആഗാമി കർമ്മം, സഞ്ചിത കർമ്മം, പ്രാരബ്ധ കർമ്മം. ഇങ്ങനെ 3 കർമ്മങ്ങൾ. എന്താണ് പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ജന്മത്തിന് കാരണമായിട്ടുള്ളൊരു കർമ്മമാണ് പ്രാരബ്ധം. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലമാണ്, അനന്തര ഫലമാണ്. ഇനി ഇതിനൊരു യാത്രയുണ്ട്, ഈ കർമ്മത്തിൻ്റെ ഗതി, യാത്ര. ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ മറ്റ് 2 കർമ്മങ്ങളും കൂടെ പ്രധാനമായിട്ടുള്ളതാണ്. അതാണ് സഞ്ചിതവും ആഗാമിയും. അപ്പോൾ പ്രാരബ്ധം, ആഗാമി, സഞ്ചിതം, പ്രാരബ്ധം, ഇതാണ് ചക്രം. കർമ്മചക്രം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കർമ്മങ്ങൾ, മുന്നിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ലോകവുമായി പ്രതികരിക്കുകയാണ്. ആ പ്രതികരിക്കുന്ന കർമ്മങ്ങൾക്ക്, അതിനോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ സൃഷ്ടിക്കുന്ന വികാരങ്ങളുണ്ട്. അതെന്താണ്? അനുകൂലങ്ങളും പ്രതികൂലങ്ങളുമാണ്. അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ, കളിപ്പാട്ടം മുതൽ നമുക്കിപ്പോൾ എന്തിലൊക്കെ താല്പര്യങ്ങളുണ്ടോ, താല്പര്യമില്ലായ്മയുണ്ടോ. അപ്പോൾ ഈ അനുകൂല പ്രതികൂല പ്രതികരണങ്ങൾ നമ്മുടെ ഉള്ളിൽ, അതാണ് സഞ്ചയിക്കുക എന്ന് പറയാം, നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന, നമ്മൾ അതിനോട് പ്രതികരിച്ച് അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കൃത്യമായി ഡീകോഡ് ചെയ്യപ്പെടുന്നുണ്ട്, എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ വരുന്നത്, സഞ്ചയിക്കുന്നതാണ്, കളക്ട് ചെയ്യുകയാണ്. അങ്ങനെ ഓരോന്നിനെ കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ അനുകൂല പ്രതികൂല പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് ഈ ഡെപ്പോസിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ആ ഡെപ്പോസിറ്റ് കൂടുന്നത്, പക്വമാകുന്നതിനെയാണ് പ്രാരബ്ധം എന്ന് പറയുക. ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് ഈ ശരീരത്തിന് കാരണമായിട്ട് ഉള്ള കർമ്മമാണ്. ഈ ആഗാമി സഞ്ചിതവും നമ്മൾ ഉണ്ടാക്കുന്നതാണ്, ഈ ജീവൻ ഉണ്ടാക്കുന്ന. പ്രാരബ്ധം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അനുഭവിച്ച് തന്നെ തീർക്കണം എന്നുള്ളതാണ്. അത് അനുഭവിച്ച് തീരണം. പക്ഷേ അതെങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ്. അത് നമ്മുടെ ജ്ഞാനത്തിനനുസരിച്ചിരിക്കും, നമ്മൾ നേടിയ വിജ്ഞാനത്തിനനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ സഞ്ചിതവും ആഗാമിയും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രാരബ്ധവും നിലനിൽക്കില്ല, ഓട്ടോമാറ്റിക് ഡിലീറ്റാണത്.
മറ്റേത് നമ്മളിങ്ങനെ ശങ്കര ഭഗവത്പാദർ ഭജഗോവിന്ദത്തിൽ പറഞ്ഞതുപോലെ അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തതപിന മുഞ്ചത്യാശാപിണ്ഡം. അംഗം ഗളിതം പലിതം മുണ്ടം. അംഗങ്ങളൊക്കെ ഗളിതമായി, അംഗങ്ങളൊക്കെ ചുക്കി ചുളിഞ്ഞ് അതിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പലിതം മുണ്ടം, തലയൊക്കെ മൊട്ടയായി, രോമങ്ങളൊക്കെ കൊഴിഞ്ഞുപോയി. ദശനവിഹീനം, വായിൽ നിന്ന് പല്ലൊക്കെ പോയി. വൃദ്ധഹായാതി, വൃദ്ധൻ അങ്ങനെ പോകുന്നു. ഗൃഹീത്വാ ദണ്ഡം, ഒരു വടിയും പിടിച്ച് പോവുക മൂപ്പര്. ഇതിനാണ് ആഗ്രഹങ്ങളുടെ മാറാപ്പ് ഉണ്ട് മൂപ്പരുടെ പിറകിൽ, തോളിൽ. ഒരാവശ്യമില്ല, വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ മൂപ്പർക്ക് എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുണ്ട് എന്ന ഒരുപാട് വെമ്പലിൽ നിന്നാണ്. രണ്ട് വിധത്തിൽ ആ വൃദ്ധന് പോവാട്ടോ. അപ്പോൾ പോകുന്നത് തെറ്റല്ല, സർവസംഘ പരിത്യാഗിയായിട്ടും അങ്ങനെ പോവാം. അങ്ങനെ അല്ലാത്തൊരാളെ കുറിച്ചാണ് പറയുന്നത്. ഇനി വേറെ രക്ഷയൊന്നുമില്ല, പ്രായം ഇത്രയായി. അതുകൊണ്ട് മുത്തശ്ശന് ഇഷ്ടമുള്ളത് എന്താണ്, ആഗ്രഹങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ശ്രമിക്കൂ. ഇനി അത്രയേ ഉള്ളൂ. വെറുതെ ഈ ആശുപത്രിയിലൊന്നും കൊണ്ടുവരണ്ട. സുഖമായിട്ട് മൂപ്പരിങ്ങനെ നിങ്ങളെയൊക്കെ കണ്ട് പോട്ടെ. കാരണം പ്രായം ഇത്രയായി കഴിഞ്ഞു. ഓരോന്ന് വീക്കായി പോവാണ്. അപ്പോൾ അവർക്കും അത് ബോധ്യമായി. അങ്ങനെ അവർ മൂപ്പരോട് ചോദിക്കുക, മുത്തച്ഛ, അച്ഛാ, മോൻ ചോദിക്കുക, അച്ഛാ, കൊച്ചുമക്കൾ തന്നെ വലുതായിട്ടുണ്ട്, അച്ഛാ, അച്ഛൻ്റെ ആഗ്രഹം എന്താ പറയൂ. അടുത്തേക്ക് വിളിച്ചു. എന്താ, ഈ ഡോക്ടറെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. ഇയാൾ ശരിയില്ല എന്ന് പറയാം. എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അതും ഒരു ഓപ്ഷനാണ്. അപ്പം ഇതല്ലാത്ത എപ്പോൾ വേണമെങ്കിലും റെഡി, വരട്ടെ എന്നുള്ള മട്ടിലുള്ള ഒരു നിൽപ്പുണ്ട്. കാരണം ഇനി എനിക്ക് പ്രത്യേകിച്ച് യാതൊന്നും, എനിക്ക് ഇന്നെന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, അത് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആധാരമൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്ന, വിട്ടുകൊടുക്കാത്ത, അങ്ങനെ തീവ്രമായ ഇച്ഛയോട് കൂടിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് പുനരഭിജനനം എന്നുള്ളത് ഉറപ്പാണ്. അത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ചെറിയൊരു ഉദാഹരണം കൊണ്ട് പറയാം. നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്താണ് നിങ്ങൾ കിടന്നുറങ്ങുന്നത്. നിങ്ങൾക്ക് കാസർഗോഡ് എത്തേണ്ട ആളാണ്. പിറ്റേ ദിവസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നിങ്ങൾ രാവിലെ പുലർച്ചെ 5 മണിക്ക് 6 മണിക്ക് ഒരു ട്രെയിനുണ്ട്, അല്ലെങ്കിൽ ഒരു നേരിട്ടുള്ള ഒരു ബസ്സുണ്ട്, എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനമുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകണം. അതിൻ്റെ തയ്യാറെടുപ്പാണ്. അങ്ങനെയാണ് നിങ്ങൾ തലേന്ന് രാത്രി കിടന്നുറങ്ങുന്നത്. ആ ഉറങ്ങുന്നത് നിങ്ങളെ സംബന്ധിച്ച് രാവിലെ എണീറ്റ് ഈ യാത്ര പോകാനുള്ള ആളാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ തൽക്കാലം ഇതിനെ ഒന്ന് ശമിപ്പിച്ച് രാവിലേക്ക് വേണ്ടി നിൽക്കുക. രാവിലെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ സടകൊട എഴിഞ്ഞുന്ന ഏറ്റവും വേഗം ആ കാര്യങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുക. അപ്പോഴാണ് അറിയണത് ഒരു എന്താ പറയുക, കാൽനടക്കാരനെ വരെ അനുവദിക്കില്ല എന്ന് പറയുന്ന വിധത്തിലുള്ള ഹർത്താലോ ബന്ധോ എന്തായാലും
അത്ര സ്ട്രോങ്ങാ. ഇപ്പം എന്താ ചെയ്യുക? നിങ്ങൾക്കാണെങ്കിൽ അവിടെ എത്തിയേ പറ്റൂ. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഓപ്ഷൻ വരും, എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്കൊന്ന് സിറ്റിയിലേക്കൊന്ന് നടന്നു നോക്കാം. അങ്ങനെ ഇപ്പം നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയൊന്നുമില്ലല്ലോ. അല്ല മരുന്ന് വാങ്ങാൻ മേടിക്കാതെ പോകാമെന്ന് പറയും. ഇവിടെയൊന്നും കുഴപ്പമില്ല, നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, കണ്ടാൽ അറിയല്ലോ ആൾക്കാർക്ക്. മൂപ്പരൊരു ചെറിയ തോൾ സഞ്ചിയിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞ പോലെ അവിടെ നടുക്ക് മറ്റേ സിറ്റിയുടെ അവിടെ എത്തി. ആശുപത്രിയുടെ അവിടെ മൂപ്പര് കുറച്ച് നേരം തിരിഞ്ഞ് കളിച്ചു. ഇവിടുന്ന് എന്തെങ്കിലും രക്ഷ ഉണ്ടാവുമെന്ന് കരുതി. അതുപോലെ ആംബുലൻസ് പോകുന്നതെങ്കിലും കയറി കൂടാൻ പറ്റുമോ നോക്കി. അവിടെ നിന്ന് ആ പാറാവുകാരനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടുന്ന് ഒരു മോർച്ചറിയിൽ നിന്ന് ഒരു ബോഡി കൊണ്ടുപോകാനുണ്ട്, അതവർ കൊണ്ടുപോകുമോ വരുമോ എന്നുള്ളത് അറിയില്ല. അവർ ഈ പറഞ്ഞ പോലെ സംസ്കാരം ഇന്ന് വൈകുന്നേരമാണെന്നൊക്കെയാണ് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ചെയ്തു, നിന്ന് നോക്കും ഇവിടെ. അപ്പോൾ ഇയാൾക്കൊരു ചില്ലറയൊക്കെ കൊടുത്തപ്പോൾ അയാൾക്ക് സന്തോഷമായി. മൂപ്പരൊന്ന് ഉത്സാഹിച്ചു. പറഞ്ഞ പോലെ മോർച്ചറി ആൾ വന്നു ബോഡി കൊണ്ടുപോകാൻ. ഡെഡ് ബോഡി എങ്കിൽ ഡെഡ് ബോഡി. അവരോട് കാര്യം പറഞ്ഞു. മരിച്ചവരെ പോലെ ദുഃഖിതനായിട്ട് ഇവനും ഇങ്ങനെ നിന്നു. അവരെന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അതിൻ്റെ ഉള്ളിൽ കയറ്റി. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ ഈ മോർച്ചറിയുടെ കൂടെ. കൊല്ലത്തുനിന്ന് അവിടെ വരുന്ന അടുത്ത് എത്തിയപ്പോൾ അവരവിടെ ഇറക്കി, ഒരു പെട്രോൾ പമ്പിൽ ഇറക്കി. ചേട്ടാ ഇതുവരെ ഞങ്ങളുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് വളവ്, പിന്നെ ഉള്ളിലേക്കാണ് വഴി, വളരെ ഉപകാരം എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി. അവിടെ നിന്നപ്പോൾ ഒരു കുടിവെള്ളത്തിൻ്റെ ഒരു വണ്ടി വന്നു. ആ ഡ്രൈവർ ഇതേപോലെ കുറേ സങ്കടവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞാൽ കയറിക്കോളാൻ പറഞ്ഞു. അയാൾക്കും ചില്ലറ കൊടുത്തു. ഈ കുടിവെള്ളം കൊല്ലം കഴിഞ്ഞ് അങ്ങനെ കൊട്ടിയൊക്കെ കഴിഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെ എത്തി. അവിടുന്ന് ഇതേപോലെ അടുത്തൊരു ആംബുലൻസിൽ, ചുരുക്കി പറഞ്ഞാൽ പല പല വണ്ടികളിൽ, ആംബുലൻസിലും ലോറിയിലും ടെമ്പോയിലും ബൈക്കിലും സൈക്കിളിലും. അപ്പോഴേക്കും അവിടെ എത്താറാകുമ്പോഴേക്കും ഈ ഹർത്താലിൻ്റെ തീവ്രത കുറച്ച് കുറഞ്ഞപ്പോൾ പലതിലും കയറി ആശാൻ എവിടെ എത്തി? ലക്ഷ്യമായിട്ടുള്ള കാസർഗോഡ് എത്തി. ഈ കാസർഗോഡ് എത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പല പല വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പല പല വാഹനങ്ങളിൽ കയറിക്കൂടി അതൊക്കെ കഴിഞ്ഞ് ഉപേക്ഷിച്ചു. കാരണം എന്താണ്? കാസർഗോഡ് എത്തിയേ മതിയാവൂ എന്നുള്ള തീവ്രമായ ഇച്ഛയുണ്ട്. അതുപോലെയാണ് നമ്മുടെ മരണം ഒരു നിദ്രയാണ്. ആ തീവ്രമായ ഇച്ഛയോട് കൂടിയിട്ടുള്ള മരിക്കുന്ന ഒരു വ്യക്തിയുടെ വാസനകൾ എന്ന് പറയുന്ന സഞ്ചയിക്കുന്ന ആ സഞ്ചിത കർമ്മം പക്വമായി, അത് പ്രാരബ്ധമായി അങ്ങനെ പാകപ്പെട്ട് നിൽക്കുന്നതാണ്. അത് മറ്റൊരിടത്ത് മുളച്ചേ അതിന് പറ്റൂ. അത് നമ്മുടെ മുണ്ടിൻ്റെ വക്കത്ത് പറ്റിപ്പിടിക്കുന്ന പുല്ല് പോലെയാണ്. നമ്മുടെ വീട്ടിൽ അമ്പലത്തിൽ നിന്ന് ചുറ്റുമ്പം പറ്റിക്കൂടിയതാണ്. നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും അത് വീണുണ്ടാവും. മൂപ്പര് അവിടെ മുളയ്ക്കും. കാരണം ഇങ്ങനെ തീവ്രമായ ഇച്ഛയായിട്ടാണ് മൂപ്പര് ഈ മുണ്ടിൽ പറ്റിപ്പിടിക്കാനുള്ള ടെക്നോളജി തന്നെ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. അപ്പോൾ എന്താടി ഇങ്ങനെ പറക്കണം എന്തുകൊണ്ടാണ്? അതിന് പലയിടത്ത് പോയിട്ട് ഇങ്ങനെ ജനിക്കണേ. ഓരോന്നിലും ഇങ്ങനെ അന്തർലീനമാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ നശിക്കാതെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കണം. ഇയാളെന്താവും? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ചക്രം. ജന്മം, കർമ്മം, കർമ്മഫലം, പ്രതികരണം, ആ പ്രതികരണത്തിനനുസരിച്ചിട്ടുള്ള വാസന, വീണ്ടും അത് ജന്മം. ഇതാണ് പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഠരേ ശയനം ഇഹ സംസാരേ. ഇതാണ് സംസാരം എന്ന് പറയുന്നത്. ഇതിനെയാണ് സമുദ്രത്തോട് ഉപമിച്ചിട്ടുള്ളത്.
അപ്പം സഞ്ചിതം ആഗാമി പ്രാരബ്ധം എന്ന് പറയുന്ന കർമ്മം ഇതാണ്. അപ്പം കർമ്മം എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് കർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കൽ. ഇനി ആ കർമ്മം, കർമ്മഫലം, അതിൻ്റെ മോചനം എന്നൊക്കെ പറയുമ്പോൾ ഇതും കൂടെ ഓർത്ത് വെക്കണം. നോക്കാം. കിം കർമ്മ, ഭഗവാൻ ഇവിടെ ചോദിക്കുകയാണ്, എന്താണ് കർമ്മം? കർമ്മമേത്? കിം അകർമ്മ, കർമ്മമില്ലായ്മ എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ കൈകെട്ടിയിരിക്കലാണോ ഏതെങ്കിലും ഗുഹയിൽ കർമ്മമില്ലായ്മ? അതല്ല, അത് മണ്ടത്തരാണ്. അതല്ല കർമ്മമില്ലായ്മ. കർമ്മമില്ലായ്മ എന്താണ്? ഈ ചലനങ്ങൾക്ക് മുഴുവൻ നിദാനമായിട്ടുള്ള ഒന്നുണ്ട്, അത് ചലിക്കാത്തതാണ്. അതാണ് അകർമ്മം. ഇവിടെ അകർമ്മകിം, ഈ കർമ്മത്തിൻ്റെ മുഴുവൻ ചോദനയായിട്ടുള്ള, പ്രേരണയായിട്ടുള്ള, അതിന് ജീവൻ ഏകുന്നത് ഏത്? ചലനമേത്? ഏത് അധിഷ്ഠാനത്തിൽ ഈ ചലനങ്ങളെല്ലാം നടക്കുന്നു? ഇത് അത്ര, ഈ വിഷയത്തിൽ കവയഃ അഭിമോഹിതാഹ, മോനെ അർജുന, കവികൾ, ജ്ഞാനികൾ വരെ ഇതിൽ മോഹിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെയാണോ നീ? കവയോപ്യത്ര മോഹിതാഹ, കവികളും ജ്ഞാനികളും ഈ വിഷയത്തിൽ മോഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് യത് ജ്ഞാത്വ, ഇതിനെ അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ കർത്താവും അകർത്താവുമായിരിക്കുന്നു. അതിലെ ഞാൻ എന്ന ഭഗവാൻ കൃഷ്ണൻ ഞാൻ എന്ന് പറയുന്നതിലേക്ക് അർജുനനെയും കൂടെ കൊണ്ടുവരിക. ഇതാണ് കൃഷ്ണൻ എപ്പോഴും കർത്തൃത്വത്തിൻ്റെ ആ എന്താ പറയുക, ആ ഉടമസ്ഥതയെ കൈയൊഴിയുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ കഥകളിൽ നിറയെ കാണാം. പക്ഷേ ഇതൊക്കെ കൃഷ്ണനിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ മഹാഭാരത യുദ്ധത്തിന് മുഴുവൻ കാരണക്കാരനെന്നും എല്ലാം. കാരണം കവയഃ അഭി മോഹിതാഹ, ജ്ഞാനികളായിട്ടുള്ളവർ പോലും ഇതിൽ മോഹിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് യത് ജ്ഞാത്വ അശുഭാത്, യാതൊന്നിനെ അറിഞ്ഞാലാണോ ഈ ശുഭകരങ്ങളല്ലാത്ത ഈ അശുഭത്തിൽ നിന്ന് ത്വം മോക്ഷ്യസേ, നീ മോചിക്കുമോ? അതുകൊണ്ട് തത് കർമ്മ, ആ കർമ്മത്തെ തേ പ്രവക്ഷ്യാമി, നിനക്ക് ഞാൻ പറഞ്ഞു തരാം. വീണ്ടും ഭഗവാൻ അർജുനന് കർമ്മത്തിൻ്റെ ചില രഹസ്യങ്ങളും കൂടെ വെളിപ്പെടുത്താം എന്ന് പറയുക. കർമ്മണോ ഹ്യഭിബോദ്ധവ്യം, ബോദ്ധവ്യം ച വികർമ്മണഃ, അകർമ്മണശ്ച ബോദ്ധവ്യം, ഗഹനാ കർമ്മണോ ഗതിഃ. കർമ്മണഃ ഹി അപി ബോദ്ധവ്യം, ബോദ്ധവ്യം ച വികർമ്മണഃ, അകർമ്മണഃ ച ബോദ്ധവ്യം, ഗഹന കർമ്മണഃ ഗതി. കർമ്മണഃ, കർമ്മത്തിൻ്റെ സ്വരൂപം ബോദ്ധവ്യം, ബോധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ബോധിച്ചു എന്ന് കരുതുന്നു. ചലനം, ആ ചലനത്തിൻ്റെ 5 വിധത്തിലുള്ള ചലനം. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് വെറുതെ എടുക്കലും കൊടുക്കലും മാത്രമാണ് എന്ന്. എൻ്റെ കർമ്മം കുട്ടികളെ നോക്കുക. എന്താണ് എൻ്റെ കർമ്മം? എൻ്റെ കർമ്മം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കുക, രാവിലെ എണീറ്റാൽ മുറ്റടിക്കുക, അടിച്ചു വാരുക, വൃത്തിയാക്കുക, പാത്രം കഴുകുക, പിന്നെ കുറച്ച് TV കാണുക. ഇതൊക്കെയാണ് എൻ്റെ കർമ്മം. ഇതൊക്കെ നിങ്ങളുടെ വിനോദങ്ങളും അതും ഇതും. ഇതൊക്കെ കർമ്മം എന്നൊക്കെ പറയാം, പക്ഷേ അതിൻ്റെ റൂട്ട് മനസ്സിലാക്കുമ്പം ഇതൊന്നുമല്ല. മറ്റേ ആളുടെ കർമ്മം എന്താ? രാവിലെ ആവുക, ഭാര്യ എന്താ ഉണ്ടാക്കി വയ്ക്കുന്നത് കഴിക്കുക, കുറച്ച് അവരെ വഴക്ക് പറയുക, പിന്നെ പതിവ് പോലെ വണ്ടി സ്റ്റാർട്ടാക്കുക, മര്യാദയ്ക്ക് സ്റ്റാർട്ടാവുന്നില്ലെങ്കിൽ അതിന് 4 അടി അടിക്കുക, വർക്ക്ഷോപ്പുകാരനെ തെറി പറയുക, റോട്ടിലേക്ക് പോവുക. പതിവ് പോലെ എല്ലാ ആക്ടിവിറ്റികളും ഓഫീസിലെത്തി ഇതേപോലെയൊക്കെ തന്നെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതേ കുറേ ചളവളയൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചു കൂട്ടി വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചിവിടെ എത്തി വീണ്ടും സീരിയലും അതും ഇതൊക്കെ കണ്ട് എന്ത് സ്വാമി 2 സ്മോളൊക്കെ അടിച്ച് അങ്ങനെ ഇടയ്ക്ക് സ്വാമീൻ്റെ ഇതൊക്കെ കേട്ട് അതുകൊണ്ട് കൂട്ടത്തില്ല ഇരിക്കട്ടെ. ഇതൊക്കെ തന്നെ എൻ്റെ കർമ്മം ചേട്ടാ. അത് മാത്രമല്ല കർമ്മം, ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കൂ. കർമ്മത്തിൻ്റെ ഗതി എന്തൊക്കെയാണ്? കർമ്മണഃ ഹി അഭി ബോദ്ധവ്യം. അതെന്താണ്? കർമ്മത്തിൻ്റെ സ്വരൂപം ബോധിക്കണം.
വികർമ്മണ അതും ബോദ്ധവ്യം. അകർമ്മണ അകർമ്മത്തിൻ്റെ സ്വരൂപവും ബോദ്ധവ്യം, വികർമ്മത്തിൻ്റെ സ്വരൂപവും ബോദ്ധവ്യം. ഹി കർമ്മണ ഗതി ഗഹന. കർമ്മത്തിൻ്റെ ഗതി എന്താണ്? അത് കുറച്ച് ഗഹനമാണ്, വളരെ ഗഹനമായിട്ടുള്ള കാര്യമാണ്. ബോദ്ധവ്യം എന്ന് പറഞ്ഞാൽ നമുക്കത് അവശ്യം, അത് ബോധം യോഗ്യം, അവശ്യം അറിയേണ്ടതാണ്, അറിയാൻ കൊള്ളാവുന്നതാണ്. വികർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് മാറി നിൽക്കേണ്ടതാണ്, വിഗതമാണത്. അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അത്തരം കർമ്മങ്ങളുണ്ട്. അകർമ്മം കർത്തൃത്വ ഭാവം ഇല്ലാത്തത്. എന്താണ് ഗഹനം? കടക്കാൻ പ്രയാസമേറിയത്. അതുകൊണ്ടാണ് കവികൾ പോലും മോഹിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത്. നമ്മുടെ മുന്നിൽ നമ്മൾ ഈ സദാ ജാഗരൂകരാണ് എങ്കിൽ സാധ്യതകളുണ്ട്. നമ്മൾ പലപ്പോഴും എന്താണെന്നറിയോ, ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു, പൊയ്ക്കോളാൻ പറഞ്ഞു. ആ പൊയ്ക്കോളാൻ പറഞ്ഞത് എന്താ? അവിടെ അയാൾ അതിലും വലിയ പ്രശ്നത്തില്ല. അപ്പം നമ്മളോട് വേറെ വിയോജിപ്പുണ്ടായിട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല. ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടും ഉണ്ടാവാം, എന്തെങ്കിലും ആവട്ടെ. ഇവിടെ നമുക്കിപ്പോൾ ഒരു പോസിറ്റീവായിട്ട് കാണാം, അവിടെ അവരുടെ സ്ഥാപനം തന്നെ അതിൻ്റെ നിലനിൽപ്പ് വലിയ കഷ്ടത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ പിരിച്ചു വിടുന്നത്, പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ അതിനെന്താ അടുത്ത വഴി? എന്താ? നേരെ പോയിട്ട് ആ കിട്ടിയ കാശ് കൊണ്ട് ഒരു കയറ് മേടിച്ച് തൂങ്ങലാണോ, അതോ വിഷം മേടിച്ച് കഴിക്കലാണോ, വീട്ടുകാർക്കും കൂടെ കൊടുക്കലാണോ? അതൊന്നുമല്ല. ഇതും ഒരു സാധ്യതയായിരിക്കണം. അങ്ങനെയാണോ? ശരി, അടുത്ത പണി എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയുന്ന പണി എന്തൊക്കെയാണ്? ഈ സോമർസെറ്റ് മോമിൻ്റെ ഒരു നല്ല രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. വളരെ പ്രസിദ്ധമായ കഥയാണ്. അതിൽ ഈ ഒരു പള്ളിയിലെ കപ്പ്യാരാണ്. യൂറോപ്പിലെ ഒരു ഉൾഗ്രാമത്തിലെ ഒരു ചർച്ചിൽ ഒരു പുതിയ പുരോഹിതൻ വരികയാണ്. പുതിയ പുരോഹിതൻ വന്ന് മൂപ്പര് പുതിയ പല ഭരണപരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആൾ പറഞ്ഞു, നമ്മുടെ ഈ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് ഞാൻ നോക്കിയപ്പോൾ പലർക്കും എഴുതാനും വായിക്കാനും തന്നെ അറിയില്ല, ബൈബിളൊന്നും വായിക്കാൻ അവർക്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു എഴുത്തും വായനയും മുഖ്യമാണ്. അതിവിടെ എല്ലാവരും പരിശീലിക്കണം. അതുകൊണ്ട് ഞാൻ ക്ലാസ് തുടങ്ങാൻ പോവാം, എല്ലാവരും അതിൽ പങ്കെടുക്കണം. ഞാനതിനാളെ വേറെ ഏർപ്പാടാക്കുന്നുണ്ട്. അവരിതുപോലെ എല്ലാവരും എഴുത്തും വായനയും പരിശീലിപ്പിക്കും. അപ്പോൾ ഇത് അദ്ദേഹം അനൗൺസ് ചെയ്തു ഒരു ഞായറാഴ്ച. കുറേ പേർക്ക് വളരെ സന്തോഷമായി. ചിലർ അതോടുകൂടി പിന്നെ പള്ളിയിൽ വരാതെയായി. അങ്ങനെ മൂപ്പര് കണക്കെടുക്കാൻ തുടങ്ങി ഓരോരുത്തരെ. അപ്പോൾ കപ്പ്യാരോട് പറഞ്ഞു, നിങ്ങളെന്താ ഇതിലൊന്നും വരാത്തത്? മൂപ്പര് പറഞ്ഞു, എനിക്ക് ഇനി ഇതിനൊന്നും വയ്യ, ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനിയിപ്പോൾ എഴുത്ത് വായന എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ് അച്ചോ, എനിക്ക് പറ്റില്ല. അല്ലല്ലല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ മാതൃകയായിരിക്കണം. ശരിയാവില്ല, നിങ്ങൾ വന്നേ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് പറ്റില്ല, ബുദ്ധിമുട്ടാണത്. മൂപ്പരുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ കണിശക്കാരനാണ്, ഈ പുരോഹിതൻ. അത് ശരിയാവില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകാം എന്നായി. കപ്പ്യാർക്ക് വേറെ വഴിയില്ല, എന്നാൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. എനിക്കിത് വയ്യ, എനിക്ക് വയ്യാത്തൊരു കാര്യം, അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒന്ന് ഞാൻ എങ്ങനെ ചെയ്യും? എനിക്ക് പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്, ഇത്ര പ്രായമായി, നല്ല സമയത്ത് പോയിട്ടില്ല, പോകാൻ സാഹചര്യം അവസരം ഉണ്ടായിട്ടില്ല, വേണ്ട. അങ്ങനെ പാവം
ഈ കപ്പ്യാരെ എന്തോ ചില്ലറ കൊടുത്ത് പള്ളിയിൽ നിന്ന് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇങ്ങോര് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. കൊടും തണുപ്പാണ്. അപ്പോൾ ആ തണുപ്പിലിങ്ങനെ ഒന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സിഗരറ്റ് എവിടെ കിട്ടുന്നിങ്ങനെ തിരഞ്ഞെളിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ അടുത്തൊന്നും സിഗരറ്റ് ഇല്ല. അതൊന്ന് വലിച്ചാൽ ഒരു തണുപ്പിനൊരു ആശ്വാസം ഉണ്ടാവുക. അപ്പോൾ മൂപ്പര് ആലോചിച്ചു, എന്നെ പോലെ ഈ തണുത്ത് സിഗരറ്റ് വലിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടാവുമല്ലോ. ഓരത്ത് മൂപ്പര് അവിടെ ഒരു ചെറിയ സ്പേസ് കണ്ടെത്തി, ഒരു പെട്ടിക്കടക്കി. അങ്ങനെ അതിൻ്റെ ആളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആശാൻ ഒരു സിഗരറ്റ് കട തുടങ്ങി അവിടെ. ചുരുക്കി പറഞ്ഞാൽ അത് ക്ലച്ച് പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകോത്തര പല ബ്രാൻഡുകളും അങ്ങനെയാണല്ലോ. ലോകോത്തര പല ബ്രാൻഡുകളും, കാപ്പിക്കടകളും അങ്ങനെ പലതും, നമ്മളൊന്നിൻ്റെ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ മൂപ്പരുടെ ഈ പറഞ്ഞ സിഗരറ്റ് കടയും ക്ലച്ച് പിടിച്ചു. അവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിച്ചു. ആള് കോടീശ്വരനായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഈ ബാങ്കിൻ്റെ ആളുകൾ വന്നിട്ട് മൂപ്പരോട് ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത്, അപ്പോൾ അവർ ചില സങ്കടങ്ങൾ പറഞ്ഞു. ഞങ്ങളിങ്ങനെ പല വിവരങ്ങളും അങ്ങേ അറിയിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് എഴുത്തുകൾ അയക്കുന്നുണ്ട്, അങ്ങ് ഒന്നിനും പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതൊന്നും നോക്കാറില്ല. അതെന്താ? എനിക്ക് എഴുത്തും വായനയും അറിയില്ല. അവരത്ഭുതപ്പെട്ടു. അപ്പം അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, അങ്ങ് എഴുത്തും വായനയും അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങ് ആരായനേന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കപ്പ്യാരായനെ. അതെ, മൂപ്പര് കപ്പ്യാരായിട്ട് അപ്പോഴും അവിടെ ഉണ്ടാവും. ഒരു ഏത് വിപരീതങ്ങളാകട്ടെ, ഒരു സാധ്യതയുണ്ട്. സാധ്യതയെ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ നമുക്ക് കാണാൻ സാധിക്കണം. കർമ്മത്തിലെ സാധ്യതയാണത്. അങ്ങനെ നിശബ്ദരായി നേരെ എന്താ പറയുക, ആളുകളുടെ പേരും എഴുതി വെച്ച് ഇന്നെന്ന ആൾക്കാരൊക്കെയാണ് എൻ്റെ മരണത്തിന് കാരണം, എനിക്ക് ജീവിക്കാൻ വയ്യ എന്നും പറഞ്ഞ അങ്ങോട്ട് തൂങ്ങലല്ല. എനിക്ക് ജീവിക്കാൻ അവസരം തരാത്തവന്മാരുണ്ട്, ഇവന്മാരെ നിയമപരമായി അഴിക്കുള്ളിലാക്കണം, അതിനുവേണ്ടി സമരം ചെയ്യണം. അങ്ങനെ എത്രയോ ആളുകളുണ്ടല്ലോ, എത്രയോ ആൾക്കാരില്ലേ, പൊരുതിയവരില്ലേ. ആ പൊരുതിയവരുടെ കഥയാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ കയറെടുക്കുക, വിഷം കുടിക്കുക, റെയിലിന് തല വയ്ക്കുക, ജീവൻ ഒടുക്കുന്നതല്ല. അതുകൊണ്ട് അർജുന, നീ ഇതിൻ്റെ സാധ്യതകളെ കാണണം. സാധ്യതകളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മാനം, അവമാനം, അത് ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അർജുന. ആകെ കൈക്കൊള്ളേണ്ടത് എന്താ? ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. അപരനെ ദ്രോഹിക്കാത്ത വിധത്തിൽ സാധ്യതകളുണ്ട്. ആ സാധ്യതയെ മുഴുവൻ നീ ആവിഷ്കരിക്കണം. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുക, കർമ്മങ്ങൾ രണ്ടു വിധത്തിലാണ്. അതെന്തൊക്കെയാണ്? ഒന്ന് കർത്തൃത്വമുള്ളത്, പിന്നെയോ കർത്തൃത്വം ഇല്ലാത്തത്. അപ്പം കർത്തൃത്വം ഉള്ളതും കർത്തൃത്വം ഇല്ലാത്തതും, സദ്ഭാവകർമ്മം, അസദ്ഭാവകർമ്മം. പിന്നെ അതിലെന്താണ്? അതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, കർത്തവ്യകർമ്മവും അകർത്തവ്യവും, ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്ത, വിട്ടു നിൽക്കേണ്ടതുമായിട്ടുള്ളത്. അതിലേക്കൊന്നും പോകരുത്. എങ്ങനെങ്കിലും എന്ന് പറയുന്ന അത് നമുക്ക് സ്വീകാര്യമായിട്ടുള്ളൊരു പോളിസിയല്ല. എങ്ങനെങ്കിലും 4 കാശ് ഉണ്ടാക്കുക എന്നുള്ളത് അതല്ല അർജുന. അതുകൊണ്ട്
നിനക്കിതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. പറയണം 18ാമത്തെ ശ്ലോകത്തിൽ. കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണകർമ്മകൃത്. കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണകർമ്മകൃത്. യഹ യാതൊരുവനാണോ കർമ്മണി കർമ്മത്തിൽ അകർമ്മ അകർമ്മത്തെ അകർമ്മണി കർമ്മ ച അകർമ്മത്തിൽ കർമ്മത്തെയും പശ്യേത് കാണുന്നത്. മനുഷ്യേഷു ബുദ്ധിമാൻ മനുഷ്യരിൽ ബുദ്ധിയുള്ള അവൻ കൃഷ്ണകർമ്മകൃത് യുക്ത അവൻ എല്ലാ കർമ്മങ്ങളും ചെയ്യപ്പെട്ടവനാണ്. എന്താണ് ഇതിൻ്റെ രഹസ്യം? ഇതൊരു രഹസ്യമാണ്. ഇത് നമുക്ക് നാളെ പാക്കലാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.